ഹലോ. അപ്പം ഇന്ന് എന്താണെന്നല്ലേ എൻ്റെ ടോപ്പിക്ക് പറയുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളോട് ഇംഗ്ലീഷ് അത് വേണോ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ. അപ്പം ആക്ച്വലി പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എല്ലാ വീഡിയോസിനകത്തും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒപ്പീനിയൻസും പിന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഒരു സർക്കിൾ കാണുമല്ലോ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അവർക്കെല്ലാം തോന്നുന്ന ഒരു കാര്യങ്ങളെല്ലാം കൂടെ കൊളേറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സോ പലർക്ക് പല അഭിപ്രായങ്ങൾ കാണാം, പലർക്ക് പല വേ ഓഫ് തിങ്കിങ് കാണാം, അതൊക്കെ അവരവരുടെ കാര്യം. ഓക്കെ, സോ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു രീതിയാണ്. അപ്പം ഞാൻ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിൽ എത്തിക്കുന്നത്. ഓക്കെ, സോ ടു ദ പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ കുട്ടികളോട്, നമ്മൾ മലയാളികളല്ലേ, അതിപ്പോൾ തേച്ചാലും മായ്ച്ചാലും മാറാൻ പോകുന്നില്ല. സോ നമ്മൾ മലയാളിയാണെന്നുള്ളത് നമ്മൾ പ്രൗഡായിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തിങ് തോന്നണം. നമ്മൾ മലയാളിയാവുന്ന എങ്ങനെയാണ്, നമ്മുടെ പേരൻസ് മലയാളികളാണ്. ഞാൻ ഇതൊക്കെ കൂടുതൽ എനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെന്നൈ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിൽ സ്ഥിര താമസമായിട്ട് ഇപ്പം 5 ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ, 5-6 ഇയേഴ്സ് ആവുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ മലയാളം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഒബ്വിയസ്ലി അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ കാണാം, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മലയാളം വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ മലയാളം ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ചെന്നൈയിൽ ഞാനും എൻ്റെ കൂടെ ഒരു ചേട്ടനും അനിയനും ഉണ്ട്. ഞങ്ങളെ വീട്ടിൽ എപ്പോഴും മലയാളം പറഞ്ഞും മലയാളം ടി വിയിൽ ഷോസ് കാണിച്ചും അങ്ങനെ ഒരു മലയാളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങൾ. അപ്പം അവിടെ തന്നെ ചെന്നൈയിൽ ഒരുപാട് വേറെ ഫാമിലീസ് ഉണ്ട്, കംപ്ലീറ്റ് തമിഴ് കൾച്ചറിലോട്ട് മാറി തമിഴ് പറഞ്ഞും അങ്ങനെ അവർക്കൊന്നും മലയാളം അറിയത്തില്ല കേട്ടോ. സോ ഞാൻ എപ്പോഴും താങ്ക്ഫുള്ളാണ് ടു മൈ പേരൻസ്, ഞങ്ങൾക്ക് ഈ മലയാളം ഇങ്ങനെ പറഞ്ഞു തന്നതും കൊണ്ടും ഒക്കെയാണ് എനിക്ക് കേരളത്തിൽ സെറ്റിലാവാൻ പറ്റിയതെന്നൊക്കെ ഞാനും തിങ്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ്, ഇപ്പോൾ കുട്ടികളോട് നമ്മൾ വീട്ടിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, അല്ലെ അവരെ ഇംഗ്ലീഷിൽ ട്രെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിൻ്റെ ആവശ്യം ഇല്ല. ബിക്കോസ് ഇപ്പം എൻ്റെ മോളോട് ഇപ്പം എൻ്റെ ആക്സൻറ്റ് വേറെയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സൻറ്റ് വേറെയാണ്. മലയാളം ആണേലും ഇംഗ്ലീഷ് ആണേലും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിനൊരു പ്രോപ്പർ ആക്സൻറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ആക്സെൻ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ബ്രിട്ടീഷ് ആക്സെൻറ്റിനെ മാത്രമേ പ്രോപ്പർ ആക്സെൻ്റായിട്ട് പറയുള്ളൂ. ബിക്കോസ് അമേരിക്കൻ ആക്സെൻ്റ് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ആക്സെൻ്റാണ്. അവരുടെ സ്റ്റൈലിന് വേണ്ടി സ്പെല്ലിംഗ് ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ സ്പെല്ലിങ്ങും പ്രോപ്പർ സ്പെല്ലിങ്ങും വേറെയാണ്. അപ്പോൾ അവരുടെ ആക്സെൻറ്റിനനുസരിച്ച് അവരുടെ സ്പെല്ലിംഗ് ഒക്കെ മാറ്റി അവരുടെ രീതിയിൽ അവരെല്ലാം ആക്കിയ ഒരു ആക്സെൻ്റാണ് അമേരിക്കൻ ആക്സെൻറ്റ്. സോ ബേസിക്കലി നമ്മുടെ പ്രോപ്പർ ഇംഗ്ലീഷ് ആക്സെൻ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആക്സെൻ്റ് തന്നെയാണ്. അതാണ് പ്രോപ്പർ. അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇംഗ്ലീഷ് എന്നുള്ളത് ഒറിജിനേറ്റ് ആയതും. അവരാണ് പ്രോപ്പർ ഇംഗ്ലീഷേഴ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ്, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കുട്ടികളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ വീട്ടിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ലയെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും വേറെ ആക്സെൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പം മല്ലു ആക്സെൻറ്റ് കുറച്ച് മിക്സായി വരുന്ന ഇംഗ്ലീഷൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ കുഞ്ഞിനോട് ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കരുത്, നമ്മൾ ഇംഗ്ലീഷിൽ ട്രെയിൻ ചെയ്യാൻ പാടില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം ഇംഗ്ലീഷിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാം, കാര്യങ്ങളൊക്കെ ഓക്കെ, ഐ ആക്സെപ്റ്റ്. അപ്പം ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പഠിക്കുന്ന ഇംഗ്ലീഷ് പ്രോപ്പറായിട്ടുള്ള ആക്സെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ അവർ പഠിക്കും. സ്കൂളിൽ ഓബ്വിയസ്ലി അവർ പ്രോപ്പറായിട്ട് നല്ലൊരു സ്കൂളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആക്സെൻ്റ് അവർ പഠിപ്പിക്കും. അവരുടെ വേ ഓഫ് എഡ്യൂക്കേഷൻ എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കും. ഇപ്പം അങ്ങോട്ടുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെയല്ലേ. അപ്പം ഇംഗ്ലീഷിൽ പഠിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ ഗ്രാജ്വലി അവർ പഠിക്കും, ഏതൊക്കെയാണെന്നുള്ളതെല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും. ഇപ്പം ഞാൻ ഒരു മെയിൻ എക്സാമ്പിൾ ഞാൻ പറയുന്നത് വെച്ചാൽ, എൻ്റെ മോളെ തന്നെയാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. എൻ്റെ മോൾക്ക് 3 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. ഞാനോ എൻ്റെ ഹസ്ബൻഡോ അതോ എൻ്റെ ഫാമിലീസോ ആരും എൻ്റെ കുഞ്ഞിനോട് ഇംഗ്ലീഷിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല വീട്ടിൽ.
വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, ഒന്നും ഞങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാറില്ല. ബട്ട് കുഞ്ഞ് സ്കൂളിൽ നിന്ന് പഠിച്ച് വീട്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എൻകറേജ് ചെയ്യാറുണ്ട്. ആ ആക്സെൻ്റ് എൻകറേജ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ അതെ കുഞ്ഞ് ഇതിങ്ങനെയാണ് പറയുന്നത്, ഇതിങ്ങനെയാണ് പറയുന്നത്, അത് ഞങ്ങൾ കേട്ട് എൻകറേജ് ചെയ്യാമെന്നല്ലാതെ ഞങ്ങൾ കുഞ്ഞിനെ ഞങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇംഗ്ലീഷ് തന്നെ പറയണം എന്ന ഒരിത് ഞങ്ങൾ കൊണ്ടുവരാറില്ല. എനിക്ക് ഇതെല്ലാം പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി ചെന്നൈ പോകണമായതും കൊണ്ടും, പിന്നെ എല്ലാവരും പറയും അപ്പം ഓക്കെ കുഞ്ഞിന് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ബുദ്ധിമുട്ടല്ലേ, അസസ്മെൻറ്റ്സ് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയാറുണ്ട്. അതിന് ഞാൻ വലിയൊരു എക്സാമ്പിൾ പറയുന്നത്, ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു ടോപ്പ് ഇൻ്റർനാഷണൽ സ്കൂളിൽ അസസ്മെൻറ്റിന് കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് അവരുടെ വേ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ, അവർ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് വഴിയാണ്, ത്രൂ ആണ് അവർ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതൊരു ഇൻ്റർനാഷണൽ IB സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളാണ്. അപ്പം സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. പിന്നെ അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ സ്കില്ല് പോലെ ഇരിക്കും, അല്ലാതെ അത് ഇംഗ്ലീഷ് ബേസ്ഡ് അല്ല, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്നില്ല. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്ത് അല്ലെ കുട്ടികളെ ഇംഗ്ലീഷ് പറയിപ്പിച്ച് വീട്ടിൽ ശീലിപ്പിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഗ്രാജ്വലി മദർ ടങ്ങിനോടുള്ള ഒരു അല്ലെ മലയാളമോ തമിഴോ വോട്ടെവർ ഇറ്റ് ഈസ് നമ്മുടെ ലാംഗ്വേജിനോടുള്ള ഒരിത് അവർക്ക് കുറയും. അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിനോട് കൊടുക്കാൻ തുടങ്ങും, വിച്ച് ഈസ് ഓഫ് നോട്ട് മച്ച് സെൻസ് എന്ന് ഞാൻ പറയും. ഓക്കെ, കാരണം കുഞ്ഞുങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചിട്ട് അവർ സ്കൂളിലോ അല്ലെ നെക്സ്റ്റ് ഡേയോ അല്ലെ ഇൻ ഫോർത്ത് കമ്മിങ് ഡേയ്സിലോ അവർ പോയി IELTS എക്സാം ഒന്നും കൊടുക്കാൻ പോകുന്നില്ല, ഇംഗ്ലീഷ് എക്സാംസ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അവർ പഠിക്കേണ്ട ഇംഗ്ലീഷ് അവർ സ്കൂളിൽ നിന്ന് പഠിക്കും. അവർ പറയേണ്ട കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അവർ സ്കൂളിൽ നിന്ന് തന്നെ അത് പഠിച്ചോളും. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവരെ ട്രെയിൻ ചെയ്ത് വിടണം, അല്ലെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിക്കുക, ഇംഗ്ലീഷിൽ തന്നെ അവർ സംസാരിക്കുക എന്നുണ്ടെങ്കിൽ ഉള്ളൊരു മെയിൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പേരൻസിന് ഇംഗ്ലീഷ് അറിയായിരിക്കും, നമുക്ക് അവരോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കുട്ടികളോട്. ബട്ട് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അവർക്കാർക്കും ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ലെവലായിരിക്കത്തില്ല. അപ്പോൾ ഗ്രാജ്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പേടി വരും കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഒരു കുഞ്ഞിനോട് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്ന രീതിയിൽ അവർ കുറച്ച് ബാക്കിലോട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കുഞ്ഞിനോട് സംസാരിക്കാൻ ഒരു മടി കാണിക്കും, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തതും കൊണ്ട്. അത് കാരണം എന്തുണ്ടാവും, അവർ തമ്മിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ലാഗ് ഉണ്ടാവും, ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ആവും. അപ്പോൾ അതൊന്നും വേണ്ട. എന്തിനാണ്, അവർക്ക് പറയാൻ അറിയാവുന്ന ലാംഗ്വേജിൽ അവർ സംസാരിച്ചോട്ടെ. നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഭാഷയിൽ നമ്മൾ കുട്ടിയോട് സംസാരിക്കാം. കുട്ടി പഠിക്കുന്ന ഇംഗ്ലീഷ് സ്കൂളിലോ അതിനാവശ്യമുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കുഞ്ഞ് ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ ഇംഗ്ലീഷ് തന്നെ പറയണം ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ ചെന്നൈയിലുള്ള ഞാൻ പഠിച്ച സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് അല്ലാതെ വേറെ ലാംഗ്വേജ്, ഇത് ലൈക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പേ കേട്ടോ ഞാൻ പഠിച്ചപ്പോൾ. അപ്പം ഇംഗ്ലീഷ് അല്ലാതെ വേറെ ലാംഗ്വേജ് എന്ത് സംസാരിച്ച് കഴിഞ്ഞാലും നമുക്ക് ക്ലാസ്സിൽ സ്പൈ ഉണ്ട്, ഫൈൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഗ്രാജ്വലി മാറി വരുവാണ്. ഇപ്പം നമ്മൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് കുട്ടികളെ, അവർ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം. ബട്ട് അവർ പേരൻസിനോടോ റിലേറ്റീവ്സിനോടോ കാണുമ്പോൾ അവർ മലയാളത്തിൽ സംസാരിച്ചോട്ടെ, അതല്ലേ നല്ലത്. പിന്നെ ഈ പേരൻസിൻ്റെ ആക്സെൻറ്റ് പറഞ്ഞത് ഒരു എക്സാമ്പിൾ എനിക്കുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്തത് UK ഓക്കെ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണേ. അപ്പം അവിടെ പഠിച്ചപ്പം എനിക്ക് ഒരുപാട് മലയാളി ഫാമിലീസിനെ പരിചയപ്പെട്ടു. അപ്പം വൺ തിങ് ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മലയാളി ഫാമിലീസ് അവർക്ക് കൂടുതലും മലയാളത്തിനോടാണ് ഇഷ്ടം, കൂടുതലും നമ്മുടെ കൾച്ചറിനോടാണ് ഇഷ്ടം, കേരളത്തിനോടാണ് ഇഷ്ടം. ഓക്കെ, പിന്നെ
അവിടെയുള്ള ഫോറിനേഴ്സൊക്കെ അവർ ചോറൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അവർ നമ്മുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ നമ്മളിവിടെ ഇന്ത്യയിൽ ഫോറിൻ കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫോറിൻ ഫുഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പം ഓക്കെ, ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ്ലി വേറെയാണ് കേട്ടോ. ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. പിന്നെ ഞാൻ അത് പറയാൻ കാരണം, ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു മലയാളി ഫാമിലി UK അവരിതുപോലെ വീട്ടിൽ കുഞ്ഞിനോട് ഇംഗ്ലീഷ് മാത്രമേ പറയാറുള്ളായിരുന്നു. അവർ ആ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേരളത്തിൽ പഠിച്ച് വളർന്ന ആൾക്കാരാണ്. അവർ UK പോയി ജോലി ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. UK പോയി ജോലി ചെയ്തു, അവർ ദേ ഗോട്ട് മാരീഡ്, അവർക്ക് കുഞ്ഞുണ്ടായി, അങ്ങനെ. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് എന്തോരം കാണും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലീഷ് ഈ പറയുന്ന പോലെ നമുക്ക് പഠിച്ചത് നമ്മുടെ ബേസിക് എപ്പോഴും നമുക്ക് കയറി വരും കേട്ടോ. അപ്പം നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓവർ ടൈം അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും മാറി വരാൻ, നമ്മുടെ ആക്സൻറ്റ് മാറി വരാൻ. അപ്പം ഈ പേരൻസ് ഈ കുഞ്ഞിനോട് സംസാരിക്കുന്ന ആക്സൻറ്റ് വേറെയാണ്. ഈ കൊച്ച് UK സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, അത് വേറൊരു ആക്സെൻ്റാണ്. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം, ആ കൊച്ചിന് 2 ആക്സെൻ്റ് ഉണ്ട്. ആ കുഞ്ഞ് മലയാളികളോട് സംസാരിക്കുമ്പോൾ അത് സംസാരിക്കുന്ന ആക്സെൻ്റ് വേറെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന ഒരു മലയാളം മിക്സായിട്ടുള്ള ഒരു ആക്സെൻ്റ് ഉണ്ടല്ലോ, അതും ആ കൊച്ചിനറിയാം. അത് അതിൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോട്, ഫോറിനേഴ്സിനോട് സംസാരിക്കുമ്പോൾ അത് പ്രോപ്പർ ഇംഗ്ലീഷ് ആക്സെൻറ്റും പറയുന്നുണ്ട്. അപ്പം അതിനങ്ങനെ 2 ആക്സെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പം അത് ഞാൻ കണ്ട ഒരു എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാൻ കാരണം. പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ UK പോയി ഞാൻ IELTS കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ UK പോയി പഠിച്ചത് കൊണ്ടും ഒരുപാട് ഫോറിനേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് മലയാളി ഫാമിലീസ് അവിടെ ഉള്ളവരെയൊക്കെ കണ്ടിട്ടുള്ളതും കൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1% ഇൻഫർമേഷൻ എങ്കിലും ഇതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതും കൊണ്ട് ഞാൻ പറയുന്ന ഡീറ്റെയിൽസാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ടു ദ പോയിൻ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് പറഞ്ഞ് വീട്ടിൽ സംസാരിച്ച് വളർത്തിയാൽ മതി. എന്തിനാണ് ഈ ഇംഗ്ലീഷൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അത് നമ്മുടെ കംപ്ലീറ്റ് അത് മാറിപ്പോവും. നമുക്ക് അങ്ങനത്തെ ഒരു രീതി വേണ്ടല്ലോ. അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്നും അല്ല, എൻ്റെ ഹസ്ബൻഡിന് അറിയത്തില്ലെന്നും അല്ല. പക്ഷെ നമുക്ക് ഒരു ജനറൽ വേ ഓഫ് തിങ്കിങ്, ഒരു ജനറലി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുഞ്ഞെല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്ന ഭാഷ നമ്മുടെ കുഞ്ഞിനെ അറിയാമോ, അത് ചിന്തിക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കുഞ്ഞിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ, ഇല്ല. അപ്പം അത് സിംപ്ലർ വേ, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അവർ പഠിക്കേണ്ട ഇംഗ്ലീഷ് അവർ സ്കൂളിൽ നിന്ന് പഠിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ, പല സ്ഥലത്ത് പല രീതിയിലാണ് അവർ ലാംഗ്വേജിന് ഓരോ ബാരിയർ കൊണ്ടുവരുന്നത്. എനിക്ക് ഹിന്ദി അറിയത്തില്ല കേട്ടോ, ഹിന്ദിയോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഹിന്ദിയോട് എനിക്ക് ഇഷ്ടം മാറാനൊരു ഇൻസിഡൻറ്റ് എനിക്കുണ്ടായി. അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വെക്കേഷന് UK ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഞാൻ അഹമ്മദാബാദിൽ വന്നിറങ്ങിയായിരുന്നു. അവിടുന്ന് പിന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു എനിക്ക് ചെന്നൈയിലോട്ട്. അപ്പം ഞാനിതുപോലെ അവിടെ വെയിറ്റ് ചെയ്യുക. ഏർലി മോർണിംഗ് ആണ് കേട്ടോ, 5 o'clock എന്തോ ആയിരുന്നു, 5 AM രാവിലെ ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ക്യൂവിൽ ഫ്രണ്ടിൽ നിൽക്കുക, എയർ ഇന്ത്യയാണേ, ക്യൂവിൽ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി എന്നോട് ഹിന്ദി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ല, എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ഞാൻ പറഞ്ഞപ്പം പുള്ളി കളിയാക്കി ചിരിച്ചു. ഹിന്ദി അറിയത്തില്ലേ എന്ന് ചോദിച്ച് ചിരിച്ചു. എന്തായാലും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല, അവിടോട്ട് പോയി ഇരിക്കുക, ഓപ്പൺ ആകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ക്യൂവിൽ ഏറ്റവും ഫസ്റ്റ് നിന്നത് ഞാനായിരുന്നു. ബട്ട് ക്യൂ ഓപ്പൺ ആയപ്പം എന്നോട് ആ സെക്യൂരിറ്റി ബാക്കിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി. ബിക്കോസ് ലാംഗ്വേജ് അറിയാത്ത ഒറ്റ കാരണം കൊണ്ട് ഞാൻ പുറകിൽ പോയി നിൽക്കണോ? അവരുടെ റൂൾ അനുസരിച്ച് ഞാനാണ് ആദ്യം വന്ന് നിന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ എന്നോട് പുറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു, എന്നിട്ട് കളിയാക്കി ചിരിക്കുന്നു. അപ്പം നോർത്തൊക്കെ അത് ആ രീതിയിലാണ് അവരെടുക്കുന്നത് കേട്ടോ. പിന്നെ അത് വേറെ രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ പോന്നു. അപ്പോൾ അത് ഞാനിതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് ഇതിനകത്ത് പറയുന്ന കേട്ടോ. ലാംഗ്വേജ് അവരവരുടെ ലാംഗ്വേജാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളാണ് ചുമ്മാ ഇംഗ്ലീഷും
മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്ക് മലയാളം പറഞ്ഞു കൊടുക്കുക. എന്നെ പോലെ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് മലയാളം പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റി. എനിക്ക് തേച്ചാലും മാച്ചാലും ഞാൻ മലയാളിയാന്നുള്ള എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും സർജറി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഫോറിനറായിട്ട് കാണാനും പറ്റുള്ളൂ. അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല. ബി പ്രൗഡ്. നിങ്ങൾ മലയാളിയാണ്, അല്ലെ നിങ്ങൾ മദർ ടങ് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതിന് പ്രൗഡായിട്ട് ചിന്തിക്കുക. അതിലേ ഉള്ളു കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു കണ്ടൻറ്റ്. അപ്പം കുട്ടികളെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് പഠിപ്പിക്കുക. ഇംഗ്ലീഷ് അവർ പഠിച്ചോളും. നമ്മളൊക്കെ എങ്ങനെയല്ലേ, നമ്മുടെ പേരൻസൊക്കെ നമുക്ക് വീട്ടിൽ ഇംഗ്ലീഷ് പണ്ട് പറഞ്ഞു തന്നിട്ടാണോ നമ്മൾ ഇത്രയൊക്കെ ഇംഗ്ലീഷ് പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ അതൊക്കെ അവർ പഠിച്ചോളും വഴിയേ. പിന്നെ ഇന്നലത്തെ പോലെ അല്ല ഇന്ന്. ഇപ്പോൾ ഭയങ്കര പാടാ. അത് പിന്നെ എന്തായാലും ഇന്നത്തെ പോലെ ആയിരിക്കത്തില്ല, നാളത്തെ പോലെ ആയിരിക്കത്തില്ല മറ്റന്നാൾ. അത് ഓബ്വിയസ്ലി മാറി 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 വരും. അതൊന്നും ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ വഴിയെ പൊക്കോളും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.